എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 7-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ്, വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ പുതിയ പണനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% തുടരും. ഇതോടെ ഭവന, വ്യക്തിഗത വായ്പകളുടെ പലിശ കുറയും. 2025-26 അവസാന പണനയ അവലോകന യോഗമാണ് നടന്നത്. 2025 ഫെബ്രുവരി മുതൽ 4 യോഗങ്ങളിലായി റിസർവ് ബാങ്ക് 1.5% പലിശ നിരക്ക് കുറവ് വരുത്തിയിരുന്നു. ഇന്ത്യയുടെ DGP അനുമാനം റിസർവ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. 7.4% അത്. രാജ്യത്ത് വിലക്കയറ്റം മേലോട്ട് കുതിക്കുകയാണ് എന്ന് വിലയിരുത്തിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണപ്പെരുപ്പ അനുമാനവും ഉയർത്തി. 35 മുതൽ 60 വയസ്സുവരെ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ തുടരുകയാണ്. മുമ്പ് അപേക്ഷ നൽകിയിട്ടുള്ള ചില ആളുകളുടെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവർ നിലവിലെ സ്ഥിതി വിവരങ്ങൾ ഒന്ന് പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് എങ്കിൽ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ നൽകുമ്പോൾ നൽകുന്ന രേഖകളിലെ പൊരുത്തക്കേടുകൾ കൊണ്ട് അപേക്ഷകൾ തള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ 1 and same സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് വീണ്ടും അപേക്ഷ നൽകണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. അതുപോലെ റേഷൻ കാർഡിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുക തന്നെ വേണം. ചില ആളുകൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യമാണത്. നിരവധി പേർക്ക് സ്ത്രീകൾ എന്നുള്ളതിന് പകരം പുരുഷന്മാർ എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ റേഷൻ കാർഡ് ആദ്യം തിരുത്തി സ്വന്തം പേരിന് നേരെ പുരുഷൻ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്ത്രീ എന്നാക്കേണ്ടതുണ്ട്. പദ്ധതി പ്രകാരമുള്ള ആദ്യ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്നവരെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം പരിശോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കണം. നൽകിയിട്ടുള്ള അപേക്ഷയുടെ സ്ഥിതി വിവരങ്ങൾ അറിയണം. അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ വീണ്ടും അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ സമയത്ത് ഏതെങ്കിലും രേഖയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് ഓൺലൈനായി അപേക്ഷിച്ചാൽ കിട്ടും. അതും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് അപേക്ഷ നൽകി അതുകൂടി ഇതോടൊപ്പം അറ്റാച്ച് ചെയ്ത് വീണ്ടും അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലെല്ലാം ഭരണങ്ങൾ മാറി, ചില ഭരണങ്ങൾ തുടരുന്നു. എന്തായാലും മെമ്പർമാർ മാറിയിട്ടുണ്ടാകും, കൗൺസിലർമാർ മാറിയിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു? പദ്ധതികൾ നിരവധിയുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടി? ഓരോ വ്യക്തികൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങളും ഗ്രൂപ്പായിട്ടുള്ള ആനുകൂല്യങ്ങളുമുണ്ട്. ഇത്തരം പദ്ധതികളിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ, വാർഡ് തലങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും. അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് നിങ്ങളുടെ ഗ്രാമസഭ എന്ന് നിങ്ങളുടെ മെമ്പറെ വിളിച്ച് ചോദിക്കുക. ഓരോ വ്യക്തിക്കും നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോ വർഷവും സർക്കാർ വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ പഞ്ചായത്തുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമസഭയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട്. കൃഷി, പാർപ്പിടം, റോഡ് നിർമ്മാണം, കുടിവെള്ളം, വനിതാ ക്ഷേമം, SC/ST വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതികൾ, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി സഹായ പദ്ധതികൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി പദ്ധതികൾ, കോഴി, ആട്, മറ്റ് മൃഗങ്ങൾ, അവക്കുള്ള കൂടുകൾ, ഇവയെല്ലാം ലഭിക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലേ, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. മാർച്ചിന് മുമ്പാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ
ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 90% ആനുകൂല്യങ്ങളും APL BPL വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക്, കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് അതിദരിദ്രർക്കുള്ള സർവേ നടന്ന് അതിദാരിദ്ര്യ മുക്ത കേരളം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം 11ഓളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇത് അറിയുക പോലുമില്ല. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 2 തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കാൻ ഇരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ്. മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ്. രണ്ടിൽ കൂടി ഏകദേശം 11ഓളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ 11 വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം, വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം, പശു വളർത്തൽ, പോത്തു വളർത്തൽ, പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 5 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ്. വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും. ഇതിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ ഫീറ്റിൽ കൂടാനും പാടില്ല. വീടിൻ്റെ വിസ്തീർണം 100 സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല. മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും. വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ. കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നെൽകർഷകർക്കുള്ള സഹായം, കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം, സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ്. ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്ക് ജൈവവളം ലഭിക്കുന്നതാണ്. വനിതകൾക്കും JNG ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നികുതി രസീറ്റ് കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. അതായത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതാത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയുന്നതിനു വേണ്ടി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ കണ്ട് സംസാരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ